അവിടെ ഒരു ഹിന്ദു മുസ്ലിം കല്യാണം നടക്കുമ്പോൾ ആ ഹിന്ദു മുസ്ലിം കല്യാണം ലവ് ജിഹാദ് ആണെന്ന് ചിത്രീകരിക്കാൻ താല്പര്യമുള്ള ചില ആൾക്കാർ, നിർബന്ധിതമായി കല്യാണം കഴിപ്പിച്ചാന്ന് ചിത്രീകരിക്കാൻ ചില ആൾക്കാർ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേരള സ്റ്റോറി 3-ക്കുള്ള കോപ്പ് കൂട്ടുകയാണ്. നമ്മുടെ കേരളത്തെ അപമാനിക്കുന്ന, അധിക്ഷേപിക്കുന്ന കേരള സ്റ്റോറി 3-ക്കുള്ള കോപ്പ് കൂട്ടുകയാണ്. അവരുടെ കള്ള നറേറ്റീവ് എന്ന് പറഞ്ഞാൽ പിന്നോക്ക ദളിത് ഹിന്ദു സമൂഹത്തിലെ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇന്ത്യയിലെ ലവ് ജിഹാദിന്റെ കൂടാരമായ കേരളത്തിൽ നിന്ന് കല്യാണം കഴിച്ചു എന്ന അടുത്ത കള്ളക്കഥ ഉണ്ടാക്കാൻ വേണ്ടി ചിലർ കോപ്പുകൂട്ടുകയാണ് എന്നുള്ളതാണ് പച്ചയായ സത്യം. ഇത്രയും രേഖകൾ ഉണ്ടായിട്ട് അതാണ് എന്തൊക്കെ നിങ്ങളിതിലെ ഞാൻ ഒരു കാര്യം കൂടെ വളരെ ബഹുമാനപുരസ്സരം ചോദിച്ചോട്ടെ, എത്ര തലങ്ങളിലാണ് ഇതിൽ കള്ളത്തരം നടക്കുന്നത്? ഈ പെൺകുട്ടിയുടെ അനിയന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മാറ്റുന്നു. ആ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷനെ സമീപിക്കുന്നു. ആ കമ്മീഷൻ സോകോൾഡ് അന്വേഷണം നടത്തി എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ക്യാൻസൽ ചെയ്യുന്നു. ഈ പെൺകുട്ടിക്ക് പറയാനുള്ള അവസരം കൊടുക്കുന്നില്ല, ബാക്കി സർട്ടിഫിക്കറ്റുകൾ നോക്കുന്നില്ല. എന്നിട്ട് അത് ലവ് ജിഹാദ് ആണെന്നും ഫർമാൻ വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തും. എത്ര തലങ്ങളിലാണ് ഈ ഇസ്ലാമോഫോബിയ പ്രവർത്തിക്കുകയും എങ്ങനെയെങ്കിലും ഫർമാനെ കൊടുക്കാൻ നോക്കുകയും ചെയ്യും. ഞാൻ ശ്രീ ഗണപതിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, സാർ ഞാനൊരു അഡ്വക്കേറ്റ് മാത്രമല്ല, ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്, ഒരുപാട് ഹിന്ദു വിഷയങ്ങളിൽ ഇടപെടുന്ന ആളാണ്. നമ്മൾ പക്ഷെ കാണിക്കുന്ന ദ്രോഹമാണ്. അവർക്ക് കല്യാണം കഴിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിക്കട്ടെ. ഇത് അമ്പലത്തിൽ വെച്ചാണ് കല്യാണം നടന്നത്. ഇവർ മതം മാറിയിട്ടില്ല, മതം മാറാൻ പോണില്ല. അവൻ മുസ്ലിമായിട്ടും ഇവള് ഹിന്ദുവായിട്ടും തന്നെ തുടരുകയാണ്. അവര് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കും. നമ്മുടെ ഷാറൂഖ് ഖാനും ഗൗരി അങ്ങനെയല്ലേ? ഷാറൂഖ് ഖാനും ഗൗരിയും കല്യാണം കഴിച്ച് ജീവിക്കുന്നത്, രണ്ടുപേരും കല്യാണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറുന്നില്ല. സുനിൽ ദത്തിന്റെ അച്ഛനും അമ്മയും, സുനിൽ ദത്തിന്റെ അച്ഛൻ ഹിന്ദുവാണ്, അമ്മ മുസ്ലിമാണ്. അങ്ങനെ എത്രയോ കല്യാണങ്ങൾ നടക്കുന്നു. അപ്പോ ഈ വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ളവർ കല്യാണം കഴിക്കുന്നതിനെ ക്രിമിനലൈസ് ചെയ്യുകയും ഭീതി പടർത്തുകയും പ്രശ്നവൽക്കരിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാർ അവിടെ നിന്ന് ചരട് വലിക്കുന്നതാണ്. പോലീസ് വന്ന അവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി നിയമപരമായി ചോദിച്ചറിയാനും അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ റിക്കവർ ചെയ്യാൻ വേണ്ടിയാണ് പോലീസ് വന്നത്. പക്ഷേ ഇതിന് പിന്നിലെ യഥാർത്ഥ ശരിക്കും മൊണാലിസയ്ക്കും ഫർമാനും എതിരെയാണ് ഗൂഢാലോചന നടക്കുന്നത്. അത് കേരള സ്റ്റോറി 3 ഉണ്ടാക്കാനുള്ള ഗൂഢാലോചനയാണ്. പക്ഷേ യഥാർത്ഥ കേരള സ്റ്റോറി, നന്മയുടെ കേരള സ്റ്റോറി, ഒരു ഹിന്ദുവായ മൊണാലിസയും മുസ്ലിമായ ഫർമാനും നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ വെച്ച് ഇടതുപക്ഷക്കാരടക്കം അനുഗ്രഹിച്ചു ഒരു അമ്പലത്തിൽ നിന്ന് കല്യാണം കഴിച്ച് പോയി. ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ. അവർക്ക് കേരളത്തിൽ ജീവിക്കണം, അവർക്ക് കേരളത്തിൽ മുമ്പോട്ട് പോകാനാണ് ആഗ്രഹം. എങ്ങനെങ്കിലും മധ്യപ്രദേശിലേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ടുപോകാനാണ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് നോർത്ത് ഇന്ത്യയിൽ ചെലവാക്കാൻ പറ്റുന്ന നറേറ്റീവ് കേരളത്തിലാകെ പ്രശ്നമാണ്. ഞങ്ങൾ കേരളത്തിൽ തീവ്രവാദത്തിലും ലവ് ജിഹാദിലും അകപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയെ ചെന്ന് രക്ഷിച്ചുകൊണ്ട് വന്നു എന്ന കള്ളക്കഥ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. ഇതാണ് ഇതിന്റെ പച്ചയായ യാഥാർത്ഥ്യം. എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒന്ന്, സംഘപരിവാറിനെ എനിക്ക് ബഹുമാനമാണ്, RSSനെ ബഹുമാനമാണ്. പക്ഷേ അല്ല, പ്രഥം ദൂബെ എന്ന് പറയുന്ന വ്യക്തിയല്ലേ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ കരിവാരി തെച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഇതിൽ അർത്ഥമില്ല. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ, വലുതാണെങ്കിലും വലുതാണെങ്കിലും മധ്യമാണെങ്കിലും ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? RSSന്റെ ഒരുപാട് പരിപാടിക്ക് പോയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഹിന്ദു പരിവാർ പ്രസ്ഥാനങ്ങളുടെ, സംഘപ്രസ്ഥാനങ്ങളുടെ പരിപാടിക്ക് പോയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അവരെ എനിക്ക് ബഹുമാനമാണ്. മുസ്ലിം വിഷയത്തിൽ, മുസ്ലിങ്ങളോടുള്ള അവരുടെ സമീപനത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. ഒരു വ്യക്തി അവിടെ സ്പെസിഫിക്കലി ഉണ്ടല്ലോ, പുള്ളി ഒരുപക്ഷെ തീവ്ര ഹിന്ദുത്വവാദി ആയിരിക്കാം. ഞാൻ നല്ലൊരു ഹിന്ദു വിശ്വാസിയാണ്, ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്. പല ഹിന്ദു കോസുകൾക്കും വേണ്ടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ്. ശബരിമല കോസിന് വേണ്ടി അടക്കം ആദ്യം ജയിലിൽ പോയത് അറസ്റ്റ് ചെയ്തത് തന്നെയാണ്. പക്ഷേ ഇത് കാണിക്കുന്നത് ഭയങ്കര മര്യാദകേടാണ്. ഇത് കാണിക്കുന്നത് പരമദ്രോഹമാണ്. ഇത് കാണിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു യുവാവിനോടും യുവതിയോടും കാണിക്കുന്ന അതിഭീകരമായ ഹരാസ്മെന്റ് ആണ്. അവർ കഴിഞ്ഞ 2 ദിവസം നേരിട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നെങ്കിലും അവർക്ക് ഇതേപോലെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ അവർക്ക് പറയാൻ കഴിയട്ടെ. കഴിഞ്ഞ 2 ദിവസമായി അവരനുഭവിച്ച ടെൻഷൻ, ഹരാസ്മെന്റ്, അവർക്ക് എന്താ പറയുന്നത്, സുരക്ഷിതത്വം ഇല്ലായ്മ അതിഭീകരമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് അവരനുഭവിച്ചത്. അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് നല്ല മലയാളികളായ കേരളത്തിലെ സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾ പോലും അനുഭവിച്ച ഹരാസ്മെന്റ്. അവരുടെ ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, അവർക്കൊക്കെ ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കുറച്ച് നല്ല മലയാളികളായ നമ്മുടെ കേരളത്തിലെ വ്യത്യസ്ത ഈ ജാതിമത വിഭാഗങ്ങളിൽപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ പോലും അനുഭവിച്ച ഹരാസ്മെന്റ് വളരെ കൂടുതലാണ്.